ഹലോ. ഇന്ന് ബുക്കിയുടെയും ലക്കിയുടെയും കുറച്ച് വിശേഷമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ രാവിലെ ഒരു 6:30 ആകുമ്പോൾ അവർ എഴുന്നേറ്റു. അപ്പൊ അവർക്ക് ഡ്രൈ ഫ്രൂട്ട് എല്ലാം കൊടുത്തു. അതെല്ലാം കഴിച്ചിട്ട് അവരവിടെ വിശ്രമിക്കുകയാണ്. ബൂക്കി പുറത്താണ്, ബാക്കി രണ്ടുപേരും അകത്തുണ്ട്. എപ്പോഴും ഇവരുടെ മോർണിംഗ് വിശേഷമായിട്ട് വരണമെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ അത് മിക്കപ്പോഴും നടക്കാറില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് മുത്തുമണിയുടെ ലൂണയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഇവരുടെ ആഹാരം അതെല്ലാം വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര തിരക്കേറിയ ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റാറില്ല. ഇപ്പോൾ സമയം 9 മണിയായിട്ടോ. അപ്പോൾ രാവിലെ ചിക്കൻ വാങ്ങിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് ഹസ്ബൻഡ് പോയി. 1 മണിക്കൂർ 1.5 മണിക്കൂറേ ആയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് ഇത് ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ചിക്കനൊക്കെ കഴുകി ഇതൊരു 2 ദിവസത്തേക്ക് ഉണ്ടാവും. ഞാനിതൊരു ഇന്നത്തേക്കും എടുക്കാനുണ്ടാവും, നാളെ മറ്റന്നാളത്തേക്ക് എടുക്കാനുണ്ടാവും. അപ്പോൾ ഒരു 2 പാക്കറ്റിലാക്കി ഫ്രീസറിലെടുത്ത് വെക്കണം. അപ്പോൾ ഇവർക്ക് ഒരു നേരമാണോ ആഹാരം കൊടുക്കണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് 3 നേരമാണ് ആഹാരം കൊടുക്കുന്നത്, ബൂക്കിക്കും ലക്കിക്കും. പിന്നെ മോട്ടു ചെറുതായതുകൊണ്ട് അവനൊരു 4 നേരം ആഹാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ 3 നേരം ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഭയങ്കര ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ സ്നേഹം കാണിച്ച് ഇവർക്ക് വാരിക്കോരി ആഹാരം കൊടുത്താൽ അവരുടെ ഹെൽത്തിനെ ബാധിക്കും. അപ്പം അതുകൊണ്ട് അതിൻ്റെ മിതമായ രീതിയിൽ വേണം അവർക്ക് ആഹാരം കൊടുക്കാൻ. നമ്മൾ ഭയങ്കരമായിട്ട് ആഹാരം കൊടുത്ത് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അധികം ആയുസോടുകൂടി അവർ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് അവർ ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയും വേണം, എന്നാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മളൊരു 35 വയസ്സ് കഴിയുമ്പോൾ ആഹാര കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നല്ലേ പറയുന്നത്. ഞാനിപ്പോൾ 45 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷെ പച്ചക്കറികളെല്ലാം കഴിയുന്നതും ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് നോക്കി കണ്ടെത്തി വാങ്ങിക്കാനാണ് മുമ്പും ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാക്കനാട് ഒരു ഷോപ്പുണ്ട്, എല്ലാ തരം പച്ചക്കറിയും അവിടെ കിട്ടും. ഇപ്പൊ ഇവർക്ക് വേണ്ടി മത്തൻ ചിക്കനിലിട്ട് വേവിച്ച് കൊടുക്കാറുണ്ട്, ക്യാരറ്റ് വേവിച്ച് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഞാൻ അങ്ങനെയുള്ള വെജിറ്റബിൾസ് മാത്രം നോക്കിയിട്ടാണ് വാങ്ങിക്കൊടുക്കുന്നത്. കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്നുള്ളൂ, പക്ഷേ ഈ വിഷമടിച്ച പച്ചക്കറി ഇപ്പം കാണുമ്പോഴേ ഒരു ഭയമാണ്. ചിക്കനും ചോറും ഒരുമിച്ച് വേവിച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ചിക്കൻ ഇപ്പം നേരത്തെ വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ട് രാവിലെ തന്നെ ചോറ് വേവിച്ചു പോയി കൂടുതൽ. അപ്പോൾ ഇപ്പം ചിക്കൻ ഇപ്പം പുഴുങ്ങാൻ വയ്ക്കാം, എന്നിട്ടിപ്പോൾ അത് പുഴുങ്ങി വരുമ്പോഴത്തേക്കും ചോറുമായിട്ട് കുഴച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ മോൾക്ക് വേണ്ടി 2-3 കഷ്ണം ഫ്രൈ ചെയ്ത് വെക്കാം. ബാക്കിയവർക്ക് വേണ്ടിയാണ് ചിക്കൻ എപ്പോഴും വാങ്ങിക്കുന്നത്, അത് വേറെ ആരും കഴിക്കാറില്ല. ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്കങ്ങനെ കാര്യമായിട്ട് അടുക്കളയിൽ ജോലിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ക്യാരറ്റ് മെഴുക്ക് പുരട്ടി, ഒരു ക്യാബേജ് തോരൻ, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. മമ്മി അങ്ങനെ കാര്യമായിട്ട് അടുക്കള കയറ്റി അങ്ങനെ പരിശീലിപ്പിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ മമ്മി ഭയങ്കര സ്പീഡാണ് അടുക്കളയിലെ ജോലി. എനിക്ക് തോന്നുന്നത് ഒരു 1.25 മണിക്കൂർ കൊണ്ട് മമ്മി പെട്ടെന്ന് തീർക്കും. അപ്പം നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ അത് പതുക്കെ എടുത്ത് ഇത് പതുക്കെ എടുത്ത്, അപ്പോൾ ആ ഒരു ക്ഷമ മമ്മിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന പഠിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ അങ്ങ് വിടും. ഇപ്പൊ എൻ്റെ മോളും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഇപ്പം മുമ്പൊന്നും ഞാൻ ഒട്ടും അടുക്കളയിൽ കയറ്റാറില്ല, പോയിരുന്ന് പഠിച്ചു എന്ന് പറയും. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പം എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഓടിക്കളയും ചെയ്യും. എങ്കിലും ഇപ്പം UK പോയി ഒറ്റയ്ക്ക് പാചകം ചെയ്ത് ശീലിച്ചതുകൊണ്ട് അതിൻ്റെ കുറച്ച് പരിചയമുണ്ട്. പക്ഷെ കുക്കിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുക്കിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ഇന്ന വേർതിരിവൊന്നുമില്ല, പെൺകുട്ടികൾ മാത്രം പഠിക്കേണ്ട സംഭവമൊന്നുമില്ല. അത് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ, അതെല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് 3 ദിവസമായിട്ടുള്ള അവിടെ ചെന്നിട്ട്, അപ്പോൾ അന്നേരം ചെല്ലുന്ന സമയത്ത് ഹസ്ബൻഡ്, ഉമ്മ, ചേട്ടൻ്റെ വൈഫുണ്ട്, അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ സഹായിക്കാൻ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഈ 3 പേരും ഉണ്ട്. ഞാനും ഇടയ്ക്ക് പോയിട്ട് സഹായിച്ച് എല്ലാം പഠിച്ച് വരുന്ന സമയത്ത് 3 ദിവസമായിട്ടുള്ള, അപ്പോഴത്തേക്കും പിറ്റേന്ന് 4-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഇവരാരും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു, പുട്ടും എഗ് റോസ്റ്റും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പുട്ട് ഞാൻ നല്ല അസലായിട്ട് ഉണ്ടാക്കൂ, പക്ഷെ എഗ് റോസ്റ്റ് പിന്നെ കിച്ചണിൽ പോയി കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്ന്, എഗ്ഗ് വേണമല്ലോ, പുഴുങ്ങണം എന്നൊക്കെ അറിയാം. പിന്നെ നമ്മളെ വീട്ടിൽ കഴിച്ചൊരു ശീലം ഉണ്ടല്ലോ, പിന്നെ ഇതിൻ്റെ സാധനങ്ങൾ ആഡ് ചെയ്യണമെന്നുള്ളത് അറിയാം. അത് വെച്ച് തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കൊടുത്തു. അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ എഗ് റോസ്റ്റ്. അപ്പം അതിങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ വെള്ളമൊക്കെ വറ്റിക്കണോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കൊണ്ടുപോയി കൊടുത്ത ഉടനെ ഹസ്ബൻഡ്
ഭയങ്കര ചിരി. ഞാൻ ചോദിച്ചു എന്താ ഇത്ര ചിരിക്കാൻ? കാരണം എനിക്കറിയാം എഗ് റോസ്റ്റിന്റെ ഒരു രൂപം കണ്ടിട്ടാണ് ചിരിക്കുന്നതെന്നുള്ളത്. പക്ഷെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല, കുഴപ്പമൊന്നുമില്ല, എഗ് റോസ്റ്റ് കുറച്ചുകൂടി ഒന്ന് ശരിയാക്കാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നീട് എല്ലാവരും തിരിച്ചു വന്നപ്പോ ഈ എഗ് റോസ്റ്റിന്റെ കഥ പറഞ്ഞ് അയ്യോ കുറെ നാളത്തേക്ക് എനിക്ക് അത് തന്നെയായിരുന്നു എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ നല്ല എഗ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ ഒരു അമ്മായിയമ്മ പോര് എന്ന് പറഞ്ഞ സംഭവമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ലൊരു മദർ ഇൻ ലോയാണ് കിട്ടിയത്. വളരെ വിശാല മനസ്സോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭയങ്കര ദീർഘവീക്ഷണമുള്ള നല്ല അറിവുള്ള ഒരു മദർ ഇൻ ലോ തന്നെയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മാക്ക് പെറ്റായിട്ടൊരു പോമറേനിയൻ ഡോഗ് ഉണ്ടായിരുന്നു. അന്നേരം എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ശീലം ഇല്ലല്ലോ. അപ്പൊ ഞാനിത് കണ്ടിട്ടുമില്ല. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ വളർത്തുവോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് സഹോദരിയുടെ പിള്ളേരാണ് ഇതിനെ കളിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം. ഇതെല്ലാം ഞാനിങ്ങനെ കണ്ടു നോക്കി നിൽക്കുമായിരുന്നു. അന്ന് ആ കുഞ്ഞിന് 8 വയസ്സായിരുന്നു. ഉമ്മയാണ് ആഹാരമൊക്കെ കൊടുത്തിരുന്നത്. അപ്പൊ ഉമ്മ ഞങ്ങളെ വിട്ടു പോയിട്ട് 17 വർഷത്തോളം ആയി. അതിനു മുമ്പേ തന്നെ ആ കുഞ്ഞും പോയി. ഇതാ ഇവിടെ ലക്കി ബേബി ചിക്കനൊക്കെ കഴുകി ചിക്കന്റെ സ്മെല്ലൊക്കെ വന്നിട്ടാന്ന് തോന്നുന്നു. കുറെ നേരം മോട്ടു ബേബി ഇതിലൂടെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോ ഇതാ രണ്ടും കൂടി അടിയായി. ഇവര് തമ്മിൽ അടി കൂടുന്നത് മമ്മ എന്താ നോക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അടി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവര് കളിക്കണ പോലെ തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോ അറിയാതെ പറഞ്ഞു പോയതാണ് രണ്ടും കൂടി അടിയായി എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഇവര് അടി കൂടുന്നതല്ല സത്യത്തില്. അങ്ങനെ അടി കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടിനെ രണ്ട് ലീഷിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. അതിപ്പോ ബൂക്കി ഇപ്പൊ ഞാൻ അങ്ങനെയാണല്ലോ, ബൂക്കിയുടെ ആഹാരത്തിൽ തലയിടാൻ വന്ന വിഷയമാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ ഞാൻ മാറ്റി നിർത്തുന്നത്. അതൊക്കെ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കും. പിന്നെ അവര് സ്നേഹിക്കുന്ന ആ ഒരു സമയത്ത് തുറന്നു വിട്ട് അവര് സ്നേഹിക്കട്ടെ. എന്തായാലും ഒരുമിച്ച് വളരാനുള്ളതല്ലേ. ആദ്യം മോട്ടു വന്നപ്പോ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ എങ്ങനെയാണ് നിയന്ത്രിച്ച് നിർത്തേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ പോകെ അതങ്ങ് തന്നെ മനസ്സിലായി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോ പിന്നെയും കുറച്ചുകൂടി ഓക്കെ ആയി വരും. ഇപ്പൊ ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുന്നത്. അപ്പൊ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഭയങ്കര വിഷമാണെന്ന് എപ്പോഴും പറയണ കേൾക്കാം. അതുകൊണ്ട് 24 മന്ത്രയുടെ ഓർഗാനിക് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ വാങ്ങിക്കാൻ നോക്കുക. 4 പേരുണ്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട്. ബൂക്കി, ലക്കി, മോട്ടു ബേബി, പിന്നെ നമ്മുടെ പുറത്തുള്ളൊരു ഡോഗ് ഉണ്ടല്ലോ കിങ്ങിണി. അവനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം എന്ന് പറയാറുണ്ട്. കിങ്ങിണിയെ കണ്ടില്ലല്ലോ, കിങ്ങിണിയെ കൂടി ഒന്ന് കാണിക്കൂന്ന് പറയും. വീഡിയോ എടുക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ കിങ്ങിണി ഉണ്ടാവില്ല. ഉച്ച സമയത്ത് രാത്രി ആകുമ്പോഴും അവൻ ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കും. അവന് 2 നേരമാണ് ഞാൻ ആഹാരം കൊടുക്കുന്നത്. അപ്പൊ ഇഡലി എല്ലാം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു സംഭവമാണ് എപ്പോഴും ഇങ്ങനെ ചൂട് പിടിക്കാനും അതുപോലെ തന്നെ ടേബിൾ തുടക്കാനും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഡിസ്പോസിബിൾ അല്ല, റീയൂസബിൾ ആണ്. പക്ഷെ എന്നാലും കുറേ നാള് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ പാത്രം കഴുകാനൊക്കെ ഞാൻ ഇത് എടുക്കാറുണ്ട്. എനിക്കിപ്പോ നല്ല ക്ഷീണമാണല്ലോ, ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു പോയി എന്നിപ്പോ എല്ലാവരും പറയുന്നുണ്ട്. അത് ശരിയാണ്. 64 കിലോയിൽ നിന്ന് ഒറ്റയടിക്ക് 54 കിലോയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഓടിച്ചാടി നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. മറ്റെന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് എല്ലാം കയറുമ്പോൾ ഇച്ചിരി കിതക്കൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോ സ്കിപ്പ് ചെയ്യാറില്ല. എങ്കിലും ഉച്ചക്കലത്ത് പ്രോപ്പറായി വരാറില്ല. രാത്രിയാകുമ്പോൾ എന്തെങ്കിലും കഴിച്ചില്ല എന്നുള്ളൊരു രീതിയിലേക്ക് പോകും. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ക്ഷീണം വന്നിട്ടുള്ളത്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പൊ വീടൊന്ന് തൂക്കാന്ന് വിചാരിച്ചു. അപ്പൊ വീട് തൂക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഇത് മുമ്പേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഈസിയാണ് വീട് തൂത്ത് തുടയ്ക്കാനല്ല, തൂക്കാൻ വേണ്ടി. ഞാനിപ്പോ ഇത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒന്ന് മുകൾ നിലയിൽ അവിടെയും വെച്ചിട്ടുണ്ട്, ഒന്ന് ഇവിടെയും താഴത്തും വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പ് വരെ ഞാൻ ചൂലാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ചൂലെടുക്കുന്ന പോലത്തെ ഒരു അധ്വാനം ഇല്ല ഇതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസിയാണ്. ഇത് വളരെ സുഖമായിട്ട് ഇങ്ങനെ വീട് തൂത്ത്, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ പോവുകയും ചെയ്യും.
എന്നോട് മിക്കപ്പോഴും ചോദിക്കുന്ന ഇവര് വീട്ടിൽ വളർത്തുന്നല്ലേ, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നല്ലേ, അപ്പൊ വീട്ടിൽ നിറയെ ഹെയർ ആവില്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പൊ വീട്ടിലെ ഹെയർ ആവും, പക്ഷേ ഞാൻ ഇതുകൊണ്ട് രാവിലെ തൊട്ട് എല്ലാ ഹെയറും പോവും, പിന്നീട് വീഴുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഒരു ചൂലുകൊണ്ട് തൂക്കുമ്പോൾ ഉള്ളത് അങ്ങ് പറക്കും, നമ്മൾ തൂത്ത് വരുമ്പോഴത്തേക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ തൂത്തെടുക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ വീട്ടില് സഹായിക്കാൻ വേണ്ടി ഒരാൾ വരുമായിരുന്നു. ഇപ്പൊ 3 ആഴ്ചയായിട്ട് വന്നിട്ടില്ല. അവര് തൃശ്ശൂർ പോയിരിക്കുകയാണ് മകളുടെ വീട്ടിലേക്ക്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാൾ വന്നോണ്ടിരുന്നിട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു അയ്യോ വീട്ടിൽ ജോലി ചെയ്യണമല്ലോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒരാൾ വരുന്നുണ്ടെങ്കിലും ഞാൻ അവരെ കൊണ്ട് മാത്രം അങ്ങനെ ജോലി ചെയ്യിപ്പിച്ച് ആരെയും ഞാൻ വിടാറില്ല. ഞാൻ എന്നാ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ വന്നാല് ഞാൻ വീടെല്ലാം തൂത്തു കൊടുക്കും. ഇപ്പം മേളിലും അടിച്ചു വാരി കൊടുക്കും, താഴെ അങ്ങനെ അടിച്ചു വാരി കൊടുക്കും. അപ്പൊ അവർക്ക് തുടയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെനിക്ക് അടിച്ചു വാരി തരും, ഞാൻ തുടയ്ക്കും. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, എന്ത് ജോലിയാണെങ്കിലും ഞാനും ഒപ്പം നിന്നിട്ട് പകുതി ജോലി ഞാൻ ചെയ്യും, പകുതി വരുന്നവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുള്ളൂ. ഇപ്പൊ എനിക്ക് തിരുവനന്തപുരത്ത് എനിക്കൊരു ചേച്ചിയെ കിട്ടിയത് എനിക്ക് നല്ലൊരു ചേച്ചിയായിരുന്നു കേട്ടോ. കാരണം ബൂക്കി, ലക്കി ഇവരെയൊക്കെ ആയിട്ട് ഭയങ്കര, ലക്കി മാത്രമാണ് ഇത്തിരി അടഞ്ഞു നിന്നോണ്ടിരുന്നത്. പക്ഷെ എന്നാലും ബൂക്കിയൊക്കെ ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യും. കാരണം ആ ചേച്ചിയുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ട്. ആ ചേച്ചി 10-20 വർഷമായിട്ട് ഡോഗിനെയൊക്കെ വളർത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ചേച്ചിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോവാം. എനിക്ക് പുറത്തേക്ക് എവിടേക്കിലൊക്കെ പോകണ്ടെങ്കിൽ ബുക്കിനെ വന്ന് നോക്കാൻ വരുമോ ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി ഓടി വരും. അങ്ങനത്തെ ഒരാളെ എനിക്ക് ഇപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഒരിടത്തും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ആ ചേച്ചിക്ക് മോൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അതിന് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു, ചേച്ചി ഇവിടെ വന്ന് എന്റെ കൂടെ വന്ന് നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി മോന്റെ കല്യാണം കഴിയട്ടെ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് വന്ന് തീർച്ചയായിട്ടും ഞാൻ കൂടെ വന്ന് നിൽക്കാന്നാ ചേച്ചി എപ്പോഴും പറയും. ബുക്കിനെ ഞാൻ അവിടെ കെട്ടിയിട്ട് എന്തെന്നറിയാവോ, ഇല്ലെങ്കിൽ ചെറുതുമായിട്ട് ഭയങ്കരമായിട്ട് ഓടും. അപ്പൊ എനിക്ക് അവിടെ തൂക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ ബൂക്കിനെ അഴിച്ചു വിടുക, ചെറുതിനെ കെട്ടിയിട്ടാ മതി. ചെറുത് ഓടുമ്പോഴാണ് ബൂക്കിക്ക് ഓടാനുള്ള ഒരു ത്വര ഉണ്ടാവുന്നത്. ബൂക്കിയുടെ ഹെയർ ആണ് നിലത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ വേറെ ആരുടെ ഹെയർ, പിന്നെ മുത്തുമണിയുടെ ചെറുതായിട്ട് കൊഴിയും, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇപ്പൊ ഇതിലുള്ള 98% ഹെയർ ഉള്ളത് ബൂക്കിയുടെയാണ്. ബൂക്കിയുടെ ഹെയർ കൊഴിയുന്നതിന് വേണ്ടി സപ്ലിമെന്റ് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയായിരുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഹെയർ ഇങ്ങനെ പൊഴിയുന്നുണ്ട്, അത് സ്വാഭാവികമാണെന്ന് പിന്നെ അങ്ങ് പറയും. അവിടെ തൂക്കാൻ നേരത്ത് മോട്ടു ബേബിയുടെ ബെഡല്ല, ഒരു കുഷ്യനായിരുന്നു. പക്ഷെ മോട്ടുവിന് അത് ബെഡാണല്ലോ. അത് ഞാന് മോട്ടു ബേബി വന്ന സമയത്ത് കൊടുത്ത ബെഡായിട്ട് അവൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അവന്റെ ശരിക്കും വാങ്ങിയ ബെഡ് മേളില് റൂമിലാണ് കിടക്കുന്നത്, താഴത്ത് ഇതിലാണ് കിടക്കുന്നത്. അത് എടുത്തപ്പോഴത്തേക്കും മമ്മായും കുഞ്ഞിച്ചേട്ടനെ പോലെ എന്റെ ബെഡ് എടുത്തോണ്ട് പോവല്ലേ എന്ന് പറഞ്ഞ് നോക്കുകയെന്ന് തോന്നുന്നു. അവൻ വന്ന സമയത്ത് ഞാൻ ആ ഒരു സ്റ്റെപ്പിന് താഴെയാണ് ആ ബെഡ് ഇട്ട് കൊടുത്തത്. അവിടെ ഒരു ദിവസമേ അവൻ കിടന്നുള്ളൂ. പിന്നെ അവൻ ആ ഒരു സ്ഥലം മാറ്റി വേറെ സ്ഥലത്ത് വെച്ചാല് അവൻ ആ ബെഡ് വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ തന്നെ പോയി കിടക്കും. അവൻ അവിടെയാണ്. എന്നാലും എല്ലാവരും സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇവനിങ്ങനെ കിടക്കുമ്പോ. പക്ഷെ അവന് സ്ഥലം മാറ്റി കൊടുത്തിട്ട് അവൻ അവിടെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവന് ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. ഇപ്പൊ അവനും ബൂക്കിയെ പോലെ ഞാനൊന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലാണ്. ഇപ്പൊ ബൂക്കിയുടെ കരച്ചിൽ നിന്നു, ലക്കിയുടെയും പ്രശ്നമില്ല. ഇപ്പൊ അവനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ കൊച്ചു പിള്ളേര് വാവിട്ട് നിലവിളിച്ച് കരയുന്ന പോലത്തെ ഒരു പ്രത്യേക കരച്ചിലാണ് ഇപ്പൊ മോട്ടുവിന്റെ. ഞാൻ ഒരു ദിവസം എടുത്ത് വീഡിയോ എടുത്ത് ഇടണോന്ന് വിചാരിക്കും. പക്ഷെ മിറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴായിരിക്കും ഈ അയ്യപ്പയ്യോ എന്ന് പറഞ്ഞിട്ട് ഈ നിലവിളി കേൾക്കുന്നത്. അപ്പൊ എനിക്ക് അത് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ചിലപ്പോൾ കിട്ടാറില്ല. ഈ ഒരു ചൂല് കൊണ്ടേ, മാജിക് ബ്രൂം എന്നാണ് ആമസോണിൽ പറയുന്നത്. ഇതിന് 500 രൂപ വിലയായിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ. ഇപ്പൊ ഇത് കുറഞ്ഞ് കാണുമായിരിക്കാം, അറിയില്ല, നോക്കണം. അതുപോലെ ടൈലിലൊക്കെ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും ഫർണിച്ചറിലൊക്കെ ഹെയർ വീണിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഈ ഒരു സംഭവം ആട്ടോ ഉപയോഗിക്കുന്നത് ഹെയർ നീക്കം ചെയ്യാൻ വേണ്ടി. ഇതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഹെയർ വീണിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് തൂത്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ബൂക്കി വളരെ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് വാങ്ങിയതാണ്. ഇപ്പൊ ഇത് ഇച്ചിരി കേടായിട്ടുണ്ട്, എങ്കിലും ഇത് വെച്ചാണ് ഇപ്പൊ തൽക്കാലം ഉപയോഗിച്ച് പോകുന്നത്. എനിക്ക് പുതിയത് വാങ്ങിക്കണം. പക്ഷെ നല്ല പോലെ ഹെയർ അതിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും.
മുത്തുമണിയാണ് എപ്പോഴും ആ ചെയറിൽ പോയി ഇരിക്കുന്നത്, അതിന്റെ മേളിൽ ഇങ്ങനെ പോയിരിക്കും. അപ്പൊ കുറച്ച് ഹെയർ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഡെയിലി ഒന്നും പോയി തൂക്കാറില്ല, 2 ദിവസം കൂടുമ്പോഴൊക്കെ തൂക്കുന്നത്. ബൂക്കി ആ നീളമുള്ള സോഫയിൽ മാത്രമേ പോയി ഇരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ മുത്തുമണിയുടെ ഹെയർ ആയിരിക്കും. ദാ കുറച്ച് ഹെയർ ഉണ്ട്. പിന്നെ ആ ചെയറിലൊന്നും പോയി ആരും ഇരിക്കാറില്ല, പ്ലാസ്റ്റിക് ചെയറിലാണ് എല്ലാരും ഇരിക്കുന്നത്. ഈ സോഫയില് അധികം ഹെയർ ഇല്ല, അപ്പുറത്തേലാണ് ഉള്ളത്. അപ്പുറത്തെ മുത്തുമണിയുടെ സീറ്റ് ആയതുകൊണ്ടാണ് അതിനകത്ത് കൂടുതൽ കാണുന്നത്. ഇതിലധികം ഹെയർ ഒന്നുമില്ല. പിന്നെ ഇത് ഞാൻ 2 ദിവസം കൂടുമ്പോ എപ്പോഴും തൂത്ത് വൃത്തിയാക്കാറുണ്ട്. പിന്നെ ഇവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പോകുന്നത്, അല്ലാതെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടല്ല, അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് പോകുന്നത് ഈ വീട് ഓടിക്കൊണ്ടിരിക്കുന്നത്. വീടെല്ലാം തൂത്ത് കഴിഞ്ഞപ്പോ ബൂക്കി കിടക്കുന്നിടത്തുനിന്ന് അനങ്ങുന്നില്ല. ഇനി സോഫന്ന് ആ ഷീറ്റ് ഒന്ന് മാറ്റണം. എപ്പോഴും ബൂക്കി ആ സോഫയിലാണല്ലോ കിടക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച മുഖമൊക്കെ ഇട്ട് അതിനകത്തിട്ടിട്ടാണ് തുടയ്ക്കുന്നത്. മുമ്പൊക്കെ ബൂക്കിക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഇപ്പം ചിക്കനൊക്കെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതെല്ലാം കൊണ്ടുപോയിട്ട് സോഫയിൽ വെച്ച് കഴിക്കുമായിരുന്നു. ഇപ്പൊ ആ ശീലമൊന്നുമില്ല, ഇപ്പൊ അങ്ങനത്തെ ദുശീലങ്ങളൊന്നുമില്ല. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ 1 വർഷമായിട്ട് അങ്ങനെയൊന്നുമില്ല. കുഞ്ഞു പ്രായത്തിലൊക്കെ ഒരു 5-8 മാസമൊക്കെ അങ്ങനെയൊക്കെ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പോ ഈ ജോലികളെല്ലാം ഇവരുള്ളത് കൊണ്ടല്ലേ ഇപ്പൊ ഇത്രയും ജോലികളൊക്കെ അങ്ങനെ ഡെയിലി വരുന്നത്. ഇല്ലെങ്കിൽ കുറച്ച് സമാധാനത്തിലും ആശ്വാസത്തിലൊക്കെ ചെയ്താൽ മതിയല്ലോ. നമുക്ക് അത്ര ഒരു എടിപിടിന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടതായിട്ട് വരൂലല്ലോ എന്ന് ഇങ്ങനെ കാണുമ്പോ ചോദിക്കും. പക്ഷെ ഞാൻ വിചാരിക്കും കേട്ടോ, ഇവരുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ രാവിലെ ഒക്കെ ഇവരെഴുന്നേൽക്കുമ്പോ എന്തായാലും അവരുടെ കൂടെ അങ്ങ് എഴുന്നേറ്റ് വരൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കണ്ട. പിന്നെ അതുപോലെ തന്നെ മറ്റ് ടെൻഷനൊന്നും നമ്മളെ അലട്ടാറില്ല. വേറെ എന്തെങ്കിലും ടെൻഷനിലേക്ക് തല ഓവറായിട്ട് അങ്ങോട്ട് പോവാറില്ല. ഇവരുടെ കാര്യങ്ങളിലേക്ക് മുഴുകി പോകുന്നതുകൊണ്ട്. മുമ്പൊക്കെ തലവേദനയാണെന്ന് പറഞ്ഞ് ഞാൻ കിടക്കാറുണ്ട് കേട്ടോ. തലവേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു ദിവസം മുഴുവൻ അയ്യോ എനിക്ക് തലവേദനയാട്ടോ, ആരും എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താണെന്നറിയാവോ, തലവേദന വരാറില്ല. കാരണം കിടക്കാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടായിരിക്കോ എന്തോന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പോ അങ്ങനെ തലവേദന വരാറില്ല. വീട് തൂത്തുവാരി കഴിഞ്ഞപ്പോ ബുക്കിനെയും ചെറുതിനെ എല്ലാവരെയും അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ വീട് തുടയ്ക്കുന്നത്. കാരണം ഇവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ വീട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ നിലത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് ശേഷമാണ് ഞാൻ തുടയ്ക്കുന്നത്. ഇപ്പൊ ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ടാവും. അപ്പൊ ചോറുമായിട്ട് ഒരുമിച്ചല്ലല്ലോ വെച്ചത്, ചോറുമായിട്ടൊക്കെ കുഴക്കണം. ചിക്കനും ചോറും ഒരുമിച്ചാ വെക്കണമെന്നുണ്ടെങ്കിൽ ചോറ് വാരി ഇതിനകത്ത് ഇട്ടാൽ മതി. ഞാൻ നന്നായിട്ട് വേവിക്കും, നല്ലപോലെ കുഴഞ്ഞ് തന്നെ വേവിക്കും. മോട്ടു ബേബിയും ലക്കി ബേബിയും അങ്ങ് ഓട്ടമാണ്. കുറെ നേരം അവരുടെ കളി. അപ്പൊ അവർ ഓടി ഓടിയൊക്കെ ഒന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോറ് കൊണ്ട് വരുന്നത്. ബൂക്കിയാണെന്നുണ്ടെങ്കിൽ കുറെ നേരമല്ലോ പെരക്കകത്തിരിക്കുന്നത്. അപ്പൊ അവനും ബോറടിച്ചു. അപ്പൊ അവനെ ഞാൻ പുറത്തേക്ക് വിട്ടു. അവനിപ്പോ പുറത്ത് വെയിൽ കൊണ്ടിരിക്കുവാണ്. അവന് വെയിൽ കാണുമ്പോൾ വെയിലത്ത് പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അവൻ വെയിൽ കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെല്ലാം ഇവിടെ കളിക്കട്ടെ. അപ്പൊ ഞാൻ അപ്പോഴേക്കും ചോറൊക്കെ എടുക്കാം. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിള് ഞാൻ റൂമിലേക്കാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാൻ ഇടുമ്പോൾ ഹെയർ ഒക്കെ ഉണ്ടാവുമ്പോൾ അതെല്ലാം ഡൈനിങ് ടേബിൾ വന്നിരിക്കും. എങ്ങനെ ഒരു ദിവസം 2 തവണ തുടച്ചാലും അതിനകത്ത് ഹെയർ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് റൂമിലാക്കിയിട്ട് ആ റൂം ക്ലോസ് ചെയ്തിട്ടാൽ മതി. അപ്പം നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് അതിനകത്ത് പോയിരുന്ന് കഴിക്കുക, അത് കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്തിടുക. ഇവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അതൊക്കെ വളരെ സന്തോഷമായിട്ടാണ് പോകുന്നത്. മോട്ടു ബേബിക്ക് ചിക്കനും ചോറും എടുത്തിട്ടുണ്ട്. മുമ്പൊക്കെ ലക്കി ബേബിക്കാണ് ഫസ്റ്റ് കൊടുത്തിരുന്നത്. കാരണം ബൂക്കിയും ലക്കിയും വെച്ച് നോക്കുമ്പോൾ ലക്കിക്കാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. പക്ഷെ ഇപ്പോൾ മോട്ടു ബേബിക്കാണ് അതിനേക്കാൾ വലിയ തിരക്ക്. അപ്പൊ ആദ്യം മോട്ടുവിന്, പിന്നെ ലക്കിക്ക്. അപ്പൊ ലക്കി ബേബി അവിടെ ഇരുന്ന് ആഹാരം കഴിക്കട്ടെ. അപ്പൊ ഞാൻ ഡോർ അടച്ചിട്ടുണ്ട്. ഇനി ബൂക്കിയുടെ പാത്രത്തിൽ തലയിടാനൊന്നും പോകണ്ടല്ലോ. അപ്പൊ ഞാൻ ബൂക്കിക്ക് ചിക്കനും ചോറും എടുത്തിട്ടുണ്ട്. അപ്പൊ അതവന് കഴിച്ചോണ്ടിരിക്കട്ടെ. അപ്പൊ ഞാൻ കിങ്ങിനിക്കുള്ള ചോറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ കിങ്ങിണി കുറച്ച് വൈകിയൊക്കെ വരുള്ളൂ.
പക്ഷെ എന്തോ ഇന്ന് അവൻ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ കിങ്ങിണിക്കുള്ള ആഹാരവും ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. അപ്പൊ കിങ്ങിണിയുടെ അവിടെ കൊണ്ടുപോയി വെക്കുന്ന പാത്രങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്നു. അപ്പൊ ഇതും കൊണ്ടുപോയി കൊടുക്കുമ്പോ നോക്കിയിരിക്കണം. എന്നിട്ട് കഴിച്ചു കഴിയുമ്പോൾ തന്നെ ആ പാത്രം എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതും ഉടഞ്ഞു പോകും. കാരണം നമ്മുടെ ഗേറ്റിനോട് ചേർന്നാണ് വണ്ടികളെല്ലാം പോകുന്നത്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാട്ടോ. ടാറ്റാ.